നമസ്കാരം. പിണറായി വിജയന്റെ മരുമകൻ ഈ സ്ഥാനം വെച്ച് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയതാണ് മുഹമ്മദ് റിയാസ്. അമ്മായിയപ്പൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിന്നാലെ ആ മുഖ്യമന്ത്രി കസേരയിൽ താൻ തന്നെ ആസനസ്ഥനാകുമെന്ന് കുറേയേറെ സ്വപ്നം കണ്ടതാണ് പുള്ളിക്കാരൻ. പക്ഷെ കൂടെ നിന്നവർ തന്നെ ആ സ്വപ്നത്തെ മുളയിലേ നുള്ളി. എന്നാൽ ഇപ്പോൾ പാർട്ടി തോറ്റ് തുന്നമ്പാടി കഴിഞ്ഞ് ഒരുതരം നാറിയ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന കക്ഷി. ഭാര്യ ഏത് നിമിഷവും അകത്തു പോകാവുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അമ്മായിയപ്പന്റെ കാര്യവും പാർട്ടിക്കകത്തോ പുറത്തോ എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമായി ചേരിതിരിഞ്ഞ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. എങ്കിലും തൻ്റെ രാഷ്ട്രീയ സ്ഥാനമെങ്കിലും അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവിയെങ്കിലും ഈ നേരത്ത് ഉറപ്പിക്കാമെന്നുള്ള തത്രപ്പാടിൽ ഓടി നടക്കുകയാണ് പുള്ളിക്കാരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന PSC റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് റിയാസിന്റെ അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. നല്ലതാണ്. ഒരു പൊതുപ്രവർത്തകൻ സർക്കാരിൻ്റെ നെറുകേടിനെതിരെ അല്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രതികരിക്കണം. പക്ഷേ റിയാസിനോട് ഈ സമയത്ത് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അല്ല, അപ്പോൾ കുറേയേറെ PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപ്പുകല്ലിൽ തപസ് ചെയ്തപ്പോൾ അകത്തിരുന്ന അമ്മായിയച്ഛൻ്റെ തൃക്കണ്ണ് ഉറപ്പിക്കാൻ ഈ മരുമോൻ എന്താ നട്ടലുണ്ടായിരുന്നില്ലേ? അതോ ഇനി വായിൽ നാവുണ്ടായിരുന്നില്ലേ? ഒരുമാതിരി സർക്കാർ മാറുമ്പോൾ ഓന്തിനെപ്പോലെ നിറം മാറുന്നു എന്ന് കരുതി അരണയെപ്പോലെ മറവി രോഗം കൂടി അഭിനയിക്കല്ലേ റിയാസെ? 2021 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ സമരം കേരളം മറന്നിട്ടില്ല. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു അന്ന് ആ സമരം ഉണ്ടായത്. സമരം നീണ്ടപ്പോൾ ഉദ്യോഗാർത്ഥികൾ മുട്ടുകുത്തിയും തല മുണ്ഡനം ചെയ്തും അതീവ പ്രതിഷേധകരമായ രീതിയിലേക്കും നീങ്ങിയിരുന്നു. ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്നത്തെ സർക്കാർ, പിണറായി സർക്കാർ എന്താണ് ചെയ്തത്? ഈ ഉദ്യോഗാർത്ഥികളെ ഒന്ന് കാണാനെങ്കിലും, ആ തിരുമുഖം ഒന്ന് കാണിക്കാനെങ്കിലും ഈ പറയുന്ന പിണറായി തയ്യാറായിരുന്നു. പിണറായി വിജയൻ അധ്യക്ഷനായ മന്ത്രിസഭ ചില താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. അപ്പോൾ 2021 ഫെബ്രുവരിയിൽ വിവിധ സ്ഥാപനങ്ങളിലായി 221 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചതായി അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം റാങ്ക് ഹോൾഡേഴ്സ് ആരോപിച്ചത് തങ്ങൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ പിൻവാതിൽ നിയമനങ്ങളിലൂടെ നഷ്ടപ്പെടുന്നുവെന്നായിരുന്നു. പിൻവാതിൽ നിയമനം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാം. പാർട്ടി മെമ്പർഷിപ്പുള്ള PSC പരീക്ഷ എഴുതാത്ത, അതിന് യോഗ്യരല്ലാത്തവരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തസ്തികകളിലേക്ക് തങ്ങളുടെ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് തിരികെ കയറ്റുന്ന നാണം കെട്ട പരിപാടി. സർക്കാർ മറുപടിയായി താൽക്കാലിക നിയമനങ്ങൾ മാനുഷിക പരിഗണനയിലാണെന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. അന്ന് റാങ്ക് ഹോൾഡേഴ്സിന്റെ കണ്ണുനീരിന് മുന്നിൽ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ റിയാസിന്റെ ശബ്ദം എവിടെയായിരുന്നു? ഇന്ന് അതേ റാങ്ക് ഹോൾഡേഴ്സിനൊപ്പം നിൽക്കുമ്പോൾ പഴയ കാലത്തിന്റെ കണക്കുകളും ചോദിക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിലും ഒരു അല്പം ഉളുപ്പെങ്കിലും തോന്നണം റിയാസെ. കാരണം 2022 തന്നെ സർക്കാർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധു നിയമനം, പിൻവാതിൽ നിയമനം തുടങ്ങിയ ആരോപണങ്ങൾ CPM-നുള്ളിലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെയും മറ്റും വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക വരെ CPM നേതൃത്വത്തിൽ അന്ന് ഉയർന്നിരുന്നു. ഇപ്പോൾ 2026 വരുമ്പോഴും കഥ തീർന്നിട്ടില്ല. PSC റാങ്ക് ലിസ്റ്റുകൾ നിലവിലിരിക്കെ കരാർ ജീവനക്കാരെ തുടർച്ചയായി നിലനിർത്തുകയും രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ പിൻവാതിൽ വഴി നിയമിക്കുന്നുവെന്നുമുള്ള ആരോപണങ്ങൾ വീണ്ടും ഉയർന്നിട്ടുണ്ട്. ചില നിയമനങ്ങളിൽ LDF നേതാക്കളുമായി ബന്ധമുള്ളവരെ അനുകൂലിച്ചതായും ഇപ്പോഴും ആരോപണമുണ്ട്. അപ്പോൾ റിയാസിനോട് ചോദിക്കേണ്ടത്, അന്ന് സർക്കാർ ചെയ്തത് തെറ്റാണെങ്കിൽ ഇന്നലെ അതേ സർക്കാരിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഈ തെറ്റുകൾക്കെതിരെ എന്തുകൊണ്ട് സംസാരിച്ചില്ല? അധികാരത്തിലിരിക്കുമ്പോൾ മൗനം, അധികാരത്തിന് പുറത്തായപ്പോൾ പ്രതിഷേധം. ഈ നിലപാടിന്റെ മാറ്റമാണോ അതോ രാഷ്ട്രീയത്തിന്റെ നിറം മാറ്റമാണോ? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. ഒരു പൊതുപ്രവർത്തകൻ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് പ്രതികരിക്കാനുള്ള ശേഷി മാത്രമല്ല, ഏതെങ്കിലും ഒന്നിൽ അട്ടിയുറച്ച് നിൽക്കാനുള്ള ചങ്കുറപ്പ് കൂടിയാണ്. കേരളം ഇതിന്റെയൊക്കെ ഉത്തരമാണ് റിയാസെ പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഇപ്പോൾ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർക്കാരിനെതിരെ വിമർശനം ഉയർത്തുകയാണ്. എന്നാൽ ഈ വിമർശനത്തിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് മറന്നുപോകരുത്. കാരണം റിയാസ് തന്നെ മന്ത്രിയായിരുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് PSC റാങ്ക് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരങ്ങളിൽ ചിലത് നടന്നത്. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ഉൾപ്പെടെയുള്ള PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ 2021 ജനുവരി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. സമരം ആഴ്ചകൾ പിന്നിട്ടപ്പോഴും പ്രശ്നം പരിഹരിക്കാത്തതിനെതിരെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായി. ചിലർ മുട്ടുകുത്തി സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിയതും ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതും അന്നത്തെ പ്രതിഷേധത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതായിരുന്നു. ഇനി ഇതിനൊപ്പം തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട വിവാദവും വലിയ രാഷ്ട്രീയ ചർച്ചയായതായിരുന്നു. പാർട്ടി നിർദ്ദേശപ്രകാരം ആളുകളെ നിയമിക്കുക
ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്നതോടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വിഷയം ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നു. ആരോപണങ്ങൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് നടപടി ഉണ്ടാകുമെന്ന് പോലും പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ 2026 PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രശ്നം വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിരിക്കുകയാണ്. LPST റാങ്ക് ഹോൾഡേഴ്സ് നിയമനം വൈകുന്നതിനെതിരെ പ്രതിഷേധത്തിലാണവർ. ചില ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുല്ല് തിന്നും മണ്ണ് തിന്നുമൊക്കെ പ്രതിഷേധിച്ച സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിയമന ഉത്തരവ് വൈകുന്നതിലുള്ള കടുത്ത നിരാശയാണ് ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലം. ഈ പ്രതിഷേധം സ്വാഭാവികമാണ്, ആവശ്യമാണ്. ഇതോടൊപ്പം സംസ്ഥാന PSCക്കെതിരെ തന്നെ പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഔദ്യോഗിക റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടായിട്ടും കരാർ നിയമനങ്ങൾ തുടരുന്നുവെന്നും രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും ബന്ധമുള്ളവർക്കും അനുകൂലമായ നിയമനങ്ങൾ നടന്നുവെന്നുമാണ് ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയാണ്. അവയിലെ ഓരോന്നും തെളിയിക്കപ്പെട്ട കുറ്റമായി കാണാനാകില്ല എന്നതും പ്രത്യേകം പറയേണ്ടതാണ്. ഇവിടെയാണ് മുഹമ്മദ് റിയാസിന്റെ ഇപ്പോഴത്തെ വിമർശനം രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത്. സർക്കാരിനെ വിമർശിക്കാൻ റിയാസിന് അവകാശമുണ്ട്. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകാനും അവകാശമുണ്ട്. എന്നാൽ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ഇതാണ്: അധികാരത്തിലിരുന്നപ്പോൾ ഇതേ വിഷയത്തിൽ റിയാസിന്റെ നിലപാട് എന്തായിരുന്നു? അന്ന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമെന്ന ഭീതിയിൽ സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്ത് അദ്ദേഹം നിന്നിരുന്നു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്കും അനുഭാവികൾക്കും നിയമനം ലഭിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം അതിനെതിരെ രംഗത്തു വന്നു. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ മറുപടി ലഭിക്കേണ്ടതുണ്ട്. അത് തന്നിട്ട് വേണം റിയാസ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ. കാരണം അധികാരത്തിലിരിക്കുമ്പോൾ സർക്കാർ തീരുമാനങ്ങൾക്ക് കൂട്ടുപിടിക്കുകയും അധികാരം നഷ്ടപ്പെട്ട ശേഷം അതേ തീരുമാനങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സംസ്കാരം ജനാധിപത്യത്തിൽ സംശയത്തിനിടയാക്കും. എന്നാൽ മറുവശവും പറയണം. ഒരു രാഷ്ട്രീയ നേതാവിന് തന്റെ പഴയ നിലപാട് തിരുത്താൻ അവകാശമുണ്ട്. സർക്കാർ തെറ്റാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞാൽ അത് തുറന്നു പറയുന്നത് തെറ്റല്ല. രാഷ്ട്രീയം മാറും, സാഹചര്യങ്ങൾ മാറും, നേതാക്കളുടെ നിലപാടുകളും മാറും. പക്ഷേ പറയുമ്പോൾ ഇന്നത്തെ സർക്കാർ ചെയ്യുന്നത് മാത്രമല്ല, അന്നത്തെ സർക്കാർ ചെയ്തതും തെറ്റായിരുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം കൂടി ഉണ്ടാകണം. ഇന്നത്തെ റിയാസിന്റെ വിമർശനം ആത്മാർത്ഥമായ പുതിയ നിലപാടാണെങ്കിൽ അതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിന്റെ സ്വന്തം പഴയ ഭരണകാലത്തെ തീരുമാനങ്ങളെക്കുറിച്ചുള്ള തുറന്ന വിലയിരുത്തലായിരിക്കണം, തുറന്നു പറച്ചിലായിരിക്കണം. അതുണ്ടായാൽ വിമർശനത്തിന് വിശ്വാസ്യത ലഭിക്കും, അതിനുള്ള അർഹതയുണ്ടാകും. അല്ലെങ്കിൽ അത് വെറും രാഷ്ട്രീയ സൗകര്യത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായി മാത്രമേ കേരള സമൂഹം വിലയിരുത്തൂ. ഇതാണ് ഇപ്പോഴത്തെ PSC സമരത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള യുവാക്കൾക്ക് വേണ്ടത് രാഷ്ട്രീയ ഐക്യദാർഢ്യം മാത്രമല്ല, അവർക്ക് വേണ്ടത് നിയമനമാണ്. അവരുടെ പരീക്ഷാ റാങ്കിന് വില വേണം, മെറിറ്റിന് വില വേണം, ഒഴിവുകൾ സമയത്ത് റിപ്പോർട്ട് ചെയ്യണം, നിയമന നടപടികൾ സുതാര്യമായിരിക്കണം. കരാർ നിയമനങ്ങൾ വഴി റാങ്ക് ലിസ്റ്റുകളെ മറികടക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് അവസാനിക്കണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതായിരുന്നു പിണറായി സർക്കാരും ചെയ്യേണ്ടിയിരുന്നത്. അതുപോലെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും ചെയ്യാനുള്ളത് സമരവേദിയിലെത്തി പ്രസംഗിക്കുക മാത്രമല്ല, അധികാരത്തിലിരുന്നപ്പോൾ തങ്ങൾ ചെയ്ത തീരുമാനങ്ങളുടെ കണക്ക് കൂടി ജനങ്ങൾക്ക് മുന്നിൽ വെക്കണം. തെറ്റു പറ്റിയെങ്കിൽ അത് ഏറ്റുപറയണം. അത് ഏറ്റുപറഞ്ഞ് വേണം തിരുത്താൻ. അല്ലാതെ മുഖം മൂടിയിട്ടുകൊണ്ട് PSC ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വന്ന് 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോഴേ വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്, നാടകം കളിക്കുന്നത്, അവരുടെ കണ്ണുനീരിനെ വിറ്റ് കാശാക്കുന്നത് പൂർണ്ണമായ ഉളുപ്പില്ലായ്മയാണ് എന്ന് പറയാതെ വയ്യ. ഇതാണ് റിയാസിനോടുള്ള കേരളത്തിന്റെ യഥാർത്ഥ ചോദ്യം. ഈ കഥ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന്റെ കഥയായി മാത്രം അവസാനിപ്പിക്കേണ്ടതില്ല. ഇത് കേരളത്തിലെ സർക്കാർ നിയമന സംവിധാനത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വലിയ ചോദ്യമാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുല്ല് നിന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത് LPST റാങ്ക് ഹോൾഡേഴ്സാണ്. പരീക്ഷ എഴുതി റാങ്ക് നേടി നിയമനം പ്രതീക്ഷിച്ച് മാസങ്ങളോളം കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ. നിയമന ഉത്തരവുകൾ വൈകുന്നതിനെതിരെയാണ് അവരുടെ പ്രതിഷേധം. പക്ഷേ ഇതിന് പിന്നിൽ വലിയ ചരിത്രമുണ്ട്. അത് തുടങ്ങിവെച്ചത് ഇപ്പോഴത്തെ സർക്കാരല്ല, പിണറായി സർക്കാർ തന്നെയാണ്. അതിനും കൂടി വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ട് വേണം നേതാക്കൾ ഇവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ. ഇന്ന് റാങ്ക് ഹോൾഡേഴ്സിനൊപ്പം നിൽക്കുന്ന റിയാസ് തന്റെ ഭരണകാലത്തെ നിയമന നയങ്ങളെയും ഇതേ മാനദണ്ഡത്തിൽ വിലയിരുത്താൻ തയ്യാറാണോ? ചങ്കൂറ്റമുണ്ടോ? അങ്ങനെയെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം അധികാരത്തിലിരിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനുള്ള രാഷ്ട്രീയ ധൈര്യവും അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോൾ അതേ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള സത്യസന്ധതയും ഒരുമിച്ചുണ്ടാകണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായി തോന്നുക അധികാരം പോയപ്പോൾ മാത്രം റാങ്ക് ഹോൾഡേഴ്സിന്റെ വേദന മനസ്സിലായോ എന്നുള്ള ചോദ്യം മാത്രമാണ്. ഇത് റിയാസിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യം കൂടിയല്ല, കേരളത്തിലെ കഴിഞ്ഞ സർക്കാരിലെ എല്ലാ നേതാക്കന്മാരോടും ചോദിക്കേണ്ട ചോദ്യമാണ്. PSC റാങ്ക് ലിസ്റ്റ് എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുഗ്രഹപത്രമൊന്നുമല്ല. അത് പരീക്ഷ എഴുതി മെറിറ്റിലൂടെ മുന്നിലെത്തിയ ഉദ്യോഗാർത്ഥികളുടെ അവകാശമാണ്. അതുകൊണ്ട് സർക്കാർ മാറിയാലും നിയമന മാനദണ്ഡം മാറരുത്, പാർട്ടി മാറിയാലും മെറിറ്റിന്റെ വില മാറരുത്, അധികാരത്തിന്റെ നിറം മാറിയാലും യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം മാറരുത്.